മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട്, താഴെ മയിൽ പീലിയൊന്നു പാറിക്കിടന്നിടുന്നു. കുറേ കാര്യങ്ങൾ സ്വാഭാവികമായ, സാധാരണമായ, അതിസാധാരണമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് അതിൻ്റെ അവസാന ഭാഗത്തൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ജീവിതത്തിൽ എന്തായിരുന്നോ അതുതന്നെയായിരുന്നു ടീച്ചർ എക്കാലവും കവിതയിലും. നമ്മുടെ കൈവശമുള്ള മനസ്സിലാക്കലിൻ്റേതായ മുഴക്കോൽ കൊണ്ട് എത്രയേറെ അളന്നാലും ആ അളവുകളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് വളർന്നു നിൽക്കുന്ന സർഗാത്മകമായ സാഹിത്യ വ്യക്തിത്വങ്ങൾ നമുക്ക് നിരവധിയുണ്ട്. ആ നിരയിൽ സ്ഥാനമുള്ള അനശ്വര കാവ്യ വ്യക്തിത്വമാണ് സുഗതകുമാരി ടീച്ചറുടേത്. ടീച്ചറുടെ ജീവിതത്തിലെ വ്യക്തിത്വവും കവിതയിലെ വ്യക്തിത്വവും തമ്മിൽ വേർതിരിച്ചെടുക്കാനാവാത്ത വിധം കലർന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. ജീവിതത്തിൽ എന്തായിരുന്നോ അതുതന്നെയായിരുന്നു ടീച്ചർ എക്കാലവും കവിതയിലും. സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മകളിലേക്ക് കടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രധാനമായും വന്ന് നിറയുന്നത് ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന സമയത്ത് ടീച്ചർ കാണാൻ വന്ന ആ നിമിഷമാണ്. ഒരു ഗുരുതരമായ അപകടമായിരുന്നു അത്. അതേ തുടർന്ന് എൻ്റെ ഇടത്തുകാലിലെ മുട്ടിന് താഴെയുള്ള ഭാഗം ഏതാണ്ട് 3 സെപ്പറേറ്റ് പീസസായിട്ടും 14 ചിപ്സായിട്ട് സ്പ്ലിൻറ്റേഴ്സായിട്ടുമൊക്കെ അങ്ങനെ മുറിഞ്ഞുപോയി. അപ്പോൾ ഡോക്ടർമാരെല്ലാം കോൺഫറൻസൊക്കെ കൂടി എന്താ ചെയ്യേണ്ടത് എന്നാലോചിച്ചപ്പോൾ ഒരു വഴിയും കണ്ടില്ല. കാരണം സ്റ്റീൽ റോഡ് ഇടുകയൊക്കെയാണ് സാധാരണ പതിവ്. അപ്പോൾ അങ്ങനെ സ്റ്റീൽ റോഡ് ഇടണമെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ, അതിനുള്ളിലൂടെയല്ലേ സ്റ്റീൽ റോഡ് ഇടാൻ പറ്റൂ, അത് നിവൃത്തിയില്ല. അപ്പോൾ ഏതാണ്ട് തുടയിൽ വെച്ച് കാല് മുറിച്ച് കളയാമെന്ന് തീരുമാനിച്ചു ഡോക്ടർമാർ. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സുഗതകുമാരി ടീച്ചർ വരുന്നത്. ടീച്ചർ വന്ന് ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നു, എൻ്റെ കയ്യിൽ പിടിച്ചു. ടീച്ചറുടെ കണ്ണിൽ നിന്ന് കണ്ണീർത്തുള്ളി എൻ്റെ കയ്യിൽ ഉതിർന്നു വീണത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ചൂട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആലോചിച്ചു, സത്യത്തിൽ ഈ കണ്ണുനീർത്തുള്ളി തന്നെയല്ലേ സുഗതകുമാരി ടീച്ചറുടെ കവിത എന്ന്. കണ്ണുനീർത്തുള്ളി തന്നെയായിരുന്നു സുഗതകുമാരി ടീച്ചർക്ക് എന്നും കവിത. എല്ലാ ജീവജാലങ്ങളോടുമുള്ള, മനുഷ്യരോട് മാത്രമല്ല ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങളോടുമുള്ള, അതിനപ്പുറത്ത് ഈ ഭൂമിയോട് തന്നെയുള്ള വലിയൊരു കൺസേൺ, ഒരു കരുതൽ, അത് ടീച്ചറുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. പ്രകൃത്യമ്പതൻ മകൾ എന്ന് എല്ലാ അർത്ഥത്തിലും ടീച്ചറെക്കുറിച്ച് പറയാം എന്നെനിക്ക് തോന്നുകയാണ്. ടീച്ചറുടെ ആദ്യത്തെ കവിതയുടെ പേര് മുത്തുച്ചിപ്പി എന്നാണ് എന്ന് നമുക്കറിയാം. ആ മുത്തുച്ചിപ്പി എന്ന പേര് എങ്ങനെ ആ കവിതയ്ക്ക് വന്നു എന്ന് ആലോചിക്കുമ്പോൾ അത് കേവലം യാദൃച്ഛികമായി സംഭവിച്ച ഒന്നല്ല എന്ന് ചിന്തിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുത്തുച്ചിപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാവ്യസങ്കല്പമുണ്ട്. പ്രകൃതിയിലെ കണ്ണീർത്തുള്ളി പോലെ ആദ്യ മഴത്തുള്ളി ആകാശത്ത് നിന്ന് അടർന്ന് താഴേക്ക് വീഴുമ്പോൾ കടലിൻ്റെ അഗാധത്തിൽ നിന്ന് ഒരു ചിപ്പി ജലോപരി ഉയർന്നു വന്നിട്ട് സ്വന്തം നെഞ്ച് പിളർന്ന് അതിലേക്ക് ഈ മഴത്തുള്ളിയെ, പ്രകൃതിയുടെ ഈ കണ്ണീർത്തുള്ളിയെ ഏറ്റുവാങ്ങുമെന്നും തുടർന്ന് ആ ചിപ്പി അടഞ്ഞ് സാഗരത്തിൻ്റെ അഗാധതകളിലെ തലങ്ങളിൽ പോയി അങ്ങനെ ധ്യാനത്തിലെന്നോണം കഴിയുമെന്നും, അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ ഉള്ളിലെ ഈ കണ്ണുനീർത്തുള്ളി, ഈ മഴത്തുള്ളി ഒരു മുത്തായി വിളയുമെന്നുമാണ് സങ്കല്പം. അങ്ങനെയാണ് ചിപ്പിക്കുള്ളിൽ ഈ മുത്ത് വിളഞ്ഞു വരുന്നത് എന്നാണ് സങ്കല്പം. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി വെച്ച് ആലോചിച്ചാൽ എനിക്ക് തോന്നുന്നു സുഗതകുമാരി ടീച്ചർ ഈ പ്രകൃതിയിലെ ഓരോ മനുഷ്യൻ്റെയും കണ്ണീർത്തുള്ളി സ്വന്തം മനസ്സിൻ്റെ ചിപ്പിയിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു. ഓരോ പെൺകുട്ടിയുടെയും വേദനിക്കുന്ന ഓരോ ആത്മാവിൻ്റെയും കണ്ണീർത്തുള്ളി അങ്ങനെ മനസ്സിൻ്റെ ചിപ്പിയിൽ ഏറ്റുവാങ്ങി ഏതാണ്ടൊരു ധ്യാനത്തിലെന്നോണം കഴിഞ്ഞ് അങ്ങനെ ഒരു മുത്താക്കി വിളയിച്ചെടുത്ത് തരികയായിരുന്നു. ആ മുത്തുകളാണ് സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ എന്ന് തോന്നുന്നു. സുഗതകുമാരി ടീച്ചറുടെ കവിതകളുടെ ഒരു വലിയ പ്രപഞ്ചം നമ്മളുടെ മുമ്പിലുണ്ട്. തുലാവർഷപ്പച്ചയുണ്ട്, അമ്പലമണികൾ ഉണ്ട്, അതേപോലെ ഇങ്ങോട്ട് വന്നാൽ നിരവധി രാധ എവിടെ എന്ന കാവ്യാഖ്യായിക വരെയുണ്ട്. തുടർച്ചയായി കുറേ കവിതകൾ സമാഹരിച്ചുള്ള പുസ്തകങ്ങൾ ഇറക്കി. അതിനുശേഷം ആ കാവ്യ ജീവിതത്തിൻ്റെ ഒരു സാഫല്യം അത് പൂർണ്ണതയിലെത്തുന്ന വിധത്തിലാണ് ഈ കാവ്യാഖ്യായിക ഒരുതരം
നോവൽ ഇൻ പോയറ്റിക് വേഴ്സ് എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് ടീച്ചർ എത്തിയത്. രാധയെ തേടി എന്നാണ് ആ കാവ്യാഖ്യായികയുടെ പേര്. അതിന് തൊട്ട് മുമ്പ് സരസ്വതി സമ്മാൻ നേടിയ മണലെഴുത്ത് പോലെയുള്ള കവിതകളുമുണ്ട്. അപ്പോൾ രാധയുടെ മിത്തിൽ നിന്നുള്ള പുരാണേതിഹാസങ്ങളിൽ നിന്നുള്ള കഥാപാത്രങ്ങളുടെ കണ്ണീരായാലും വർത്തമാനകാല ജീവിതത്തിലെ നമ്മളുടെ വേദനിക്കുന്ന സഹോദരിമാരുടെ കണ്ണീരായാലും ഈ പ്രകൃതിയുടെ കണ്ണീരായാലും ചുട്ടുപഴുത്ത ടാറിട്ട റോഡിലൂടെ നടന്നു നീങ്ങുന്ന ആനയുടെ കണ്ണുനീരായാലും എല്ലാം അവർക്കൊരുപോലെയായിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു വലിയ സ്നേഹം, ആ ഒരു വലിയ കരുതൽ ഈ പ്രകൃതിക്ക് നേർക്ക് എന്നുണ്ടായിരുന്നു. പ്രകൃതി വിളിച്ചാൽ അവരുടെ മനസ്സ് കേൾക്കുമായിരുന്നു, തിരിച്ച് അവർ വിളിച്ചാൽ പ്രകൃതിയും കേൾക്കുമായിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു സർവഭൂത ഹൃദയത്വം കൊണ്ട് അനുഗ്രഹീതമായ കാവ്യ സ്വത്വത്തിൻ്റെ ഉടമയാണ് സുഗതകുമാരി ടീച്ചർ. ഈ സർവഭൂത ഹൃദയത്വം എന്ന് പറയുമ്പോൾ അക്കിത്തം പരിഭാഷപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ആജന്മമുക്തൻ അനുവേദൻ അവൻ്റെ പോക്കിൽ ദ്വൈവായനൻ വിരഹകാതരനായി വിളിച്ചു, ഹേ പുത്ര ശാഖികളത് ഏറ്റുപറഞ്ഞതാർക്കായി ആ സർവഭൂത ഹൃദയനു നമസ്കരിപ്പേൻ എന്ന്. ആജന്മമുക്തൻ അനുവേദൻ അവൻ്റെ പോക്കിൽ ദ്വൈവായനൻ വിരഹകാതരനായി വിളിച്ചു. അങ്ങനെ വിരഹകാതരനായി ആര് വിളിച്ചാലും ആ വിളി കേട്ട് എത്തുമായിരുന്ന ഒരു മനസ്സായിരുന്നു സുഗതകുമാരി ടീച്ചറുടേത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ രുദിതാനുസാരിത്വത്തിൻ്റെ കവി എന്ന് പറയണം ടീച്ചറെക്കുറിച്ച്. രുദിതാനുസാരിയായ കവി എന്ന് വാൽമീകിയെ കാളിദാസനാണ് ആദ്യമായി വിളിച്ചത്. പിന്നീട് ഇങ്ങോട്ട് കവികൾക്കെല്ലാം ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു മൂല്യസത്ത എന്ന് പറയുന്നത് ഈ രുദിതാനുസാരിത്വമാണ് എന്നാണ് പൊതുവെ സങ്കല്പിക്കപ്പെടുന്നത്. രുദിതാനുസാരിത്വം എന്ന് പറഞ്ഞാൽ രോദനത്തിന് പിന്നാലെ ചെല്ലാനുള്ളൊരു മാനസികാവസ്ഥയാണ്. എവിടെയോ ഒരു നിലവിളി കേൾക്കുന്നു, അതിൻ്റെ പിന്നിൽ ഏത് ദാരുണാവസ്ഥയാവാം എന്ന് അന്വേഷിച്ച് ചെല്ലാനുള്ള മനസ്സിൻ്റെ ഒരു സന്നദ്ധതയാണ്. അതാണ് രുദിതാനുസാരിത്വം. അങ്ങനെ കണ്ണീർത്തുള്ളിയെ തേടി പോകാൻ, അങ്ങനെ ഒരു രോദനത്തെ തേടി പോകാനുള്ള മനസ്സ് സുഗതകുമാരി ടീച്ചർ എന്നും നിലനിർത്തിയിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ പ്രകൃതിയുടെ നിലവിളിക്ക് കാതോർത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർ എവിടെ വേദനിക്കുന്ന സ്ത്രീയുടെ മനസ്സുണ്ടെങ്കിലും അതിന് സാന്ത്വനവുമായി ഓടി എത്തിക്കൊണ്ടിരുന്നത്. എവിടെ ഈ പ്രകൃതി അതിൻ്റെ എല്ലാ ഹരിതാഭയോടും കൂടി നശിപ്പിക്കപ്പെടുന്നുവോ അവിടേക്ക് അവരുടെ കാൽപാദങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ഏത് കല്ലും മുള്ളും ചവിട്ടി മെതിച്ച് എത്താൻ സന്നദ്ധമായിക്കൊണ്ടിരുന്നത്. ആ നിലയ്ക്കുള്ള ഒരു കവി ഈ വിധത്തിലുള്ളൊരു കരുതൽ തൻ്റെ കവിതയിലും സൂക്ഷിച്ചു. സുഗതകുമാരി ടീച്ചറുടെ കവിത ഇങ്ങനെ പ്രകൃതിയോടും മനുഷ്യനോടും മനസ്സിനോടുമുള്ള കരുതൽ മാത്രമടങ്ങിയതാണോ? അല്ല, അതിനപ്പുറത്ത് കവിതയുടേതായ വെണ്ണപ്പാളി അങ്ങനെ ഉറഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാം. അതിലൊക്കെ ഒരു കവിതയുണ്ട്. ആ സുഗതകുമാരി ടീച്ചറുടെ കവിതയുടെ ക്രാഫ്റ്റിൻ്റെ വലിയൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്, കുറേ കാര്യങ്ങൾ സ്വാഭാവികമായ സാധാരണമായ അതിസാധാരണമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് അതിൻ്റെ അവസാന ഭാഗത്തൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ആ ട്വിസ്റ്റിലൂടെ അതുവരെ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം കേവലത്വത്തിൻ്റേതായ ഒരു തലത്തിൽ നിന്ന് ഭാവുകത്വത്തിൻ്റേതായ ഒരു തലത്തിലേക്ക് ഉയർത്തിയെടുക്കുന്നു അവർ എന്നാണ് തോന്നിയത്. മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട്, താഴെ മയിൽ പീലിയൊന്നു പാറിക്കിടന്നിടുന്നു, വെളുത്ത പട്ടിനാലമ്മ കെട്ടിയ പൂന്തൊട്ടിലൊന്നു പതുക്കെ പതുക്കെ കാറ്റിൽ ആടി നിൽക്കുന്നു, ഉറക്കമാം പൈതൽ കാണാൻ വയ്യ ദൂരെ തൂക്കിൽ ഞൊറി ഇളക്കുന്ന തെന്നലിനും ചന്ദനഗന്ധം, നീലമേഘം പോൽ ഇരുണ്ടു പൊൻതളയണിഞ്ഞൊരുണ്ണിക്കാലു മാത്രം തൊട്ടിലിൽ നിന്നൂർന്നതാ കാൺമൂ, അടുത്തു ചെല്ലുവാൻ വയ്യ ജനാലയ്ക്കു ജന്മങ്ങൾക്കു പുറത്തു ഞാൻ വ്യഥയാർന്നു കാത്തു നിൽക്കുന്നു. ഇങ്ങനെ പോകുന്നൊരു കവിതയുണ്ട്. അതായത് ഏകാന്തമായ ഒരു മുറി, ആ മുറിക്കുള്ളിൽ ഒരു കുഞ്ഞ് കിടക്കുന്നു, മുറി പുറത്ത് നിന്ന് അടച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അകത്ത് നിന്ന് പൊട്ടിയിരിക്കുകയാണ്, അകത്തേക്ക് കയറാൻ പറ്റില്ല, ജനാലയിലൂടെയുള്ള ദൃശ്യം മാത്രമേ ഉള്ളൂ. അകത്ത് കാണാൻ കഴിയുന്നത് ഒരു വെള്ളത്തൊട്ടിലിൽ അമ്മ ആടിവിട്ട് നിലയിൽ ആ കുഞ്ഞിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ആ തൊട്ടിലിൽ നിന്ന് നീലമേഘം പോലെ നീണ്ടുരുണ്ട ഒരു കുഞ്ഞിൻ്റെ കാല് ഇങ്ങനെ ഊർന്ന് കാണാൻ പറ്റുന്നു. താഴെ ഒരു മയിൽപ്പീലി കിടക്കുന്നു.
അപ്പോൾ ഒരു കൃഷ്ണസങ്കല്പമൊക്കെ അതിൽ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചാൽ കേവലം ഒരു സാധാരണത്വത്തിൻ്റേതായ തലത്തിൽ മാത്രമേ ആ കവിത നിൽക്കുകയുള്ളൂ. അതറിയാവുന്ന ടീച്ചർ അതിനെ കവിതയുടേതായ തലത്തിലേക്ക് ഉയർത്തുന്നത് ഒരു മാജിക്കൽ സ്പർശം കൊണ്ടാണ്. ആ മാജിക്കൽ സ്പർശമാണ് അടുത്ത് ചെല്ലുവാൻ വയ്യ ജനാലയ്ക്ക് ജന്മങ്ങൾക്ക് പുറത്ത് ഞാൻ വ്യഥയാർന്ന് കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഉള്ളത്. അതായത് ജനാലയിലൂടെയാണ് കാണുന്നത്. ഈ ജനാലയ്ക്ക് പുറത്ത് നിൽക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ, എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, ആ കുഞ്ഞിനെ ചെന്ന് കാണാനൊന്ന് തൊടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നിടത്ത് നമ്മളുടെ ഒരു റീച്ചിനപ്പുറമുള്ള ബിയോണ്ട് അവർ റീച്ച് എന്ന് പറയുമല്ലോ, ആ നിലയ്ക്കുള്ള നമ്മുടെ സകല സ്വപ്നങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രാതിനിധ്യം വഹിക്കുന്ന ഒന്നായി ഈ കുഞ്ഞ് മാറുകയാണ്. കേവലം ഒരു കൃഷ്ണസങ്കല്പത്തിൽ അത് ഒതുങ്ങി നിൽക്കുന്നില്ല. നമുക്ക് അപ്രാപ്യമായത് എന്നാൽ നമ്മൾ വളരെ കാര്യമായി അഭിലഷിക്കുന്നത് എന്തൊക്കെയാണോ അതിൻ്റെയൊക്കെ പ്രാതിനിധ്യമുള്ള ഒരു സങ്കല്പം ആയി കൃഷ്ണ സങ്കല്പം രൂപപ്പെട്ടു വരുന്നു. ഇതാണ് സുഗതകുമാരി ടീച്ചറുടെ സർഗസിദ്ധിയുടെ ഒരു ഉരകല്ല് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അഭിസാരിക എന്നൊരു കവിതയുണ്ട്. അഭിസാരികയിൽ ഒരു ഗോപികയാണുള്ളത്. ഗോപികയുടെ കുഞ്ഞ് അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അതേപോലെ ഭർത്താവ് അപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, പാല് തിളച്ച് തൂവുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അകലെ എവിടെയോ ഒരു മുരളീഗീതം കേൾക്കുന്നു. ആ മുരളീഗീതത്തിൻ്റെ പിന്നിലുള്ള കൃഷ്ണനെ കാണാൻ വേണ്ടി, ആ കൃഷ്ണൻ തന്നെ മാത്രമാണ് വിളിക്കുന്നത്, തന്നെ മാത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന ചിന്തയോടുകൂടി എല്ലാം ഇട്ടെറിഞ്ഞ് ആ കൃഷ്ണനെ തേടി പോകുന്ന ഒരു ഗോപികയാണുള്ളത്. അങ്ങനെ പോകുമ്പോഴെല്ലാം ഒരു ഗോപിക ഒരു കൃഷ്ണനെ തേടി പോകുന്നു എന്നേ നമുക്ക് തോന്നൂ, ഒരു കാമുകി ഒരു കാമുകനെ തേടി പോകുന്നു എന്ന് മാത്രമേ നമുക്ക് തോന്നൂ. പക്ഷേ ഒടുവിലോ, ഏറ്റവും ഒടുവിൽ ചെല്ലുമ്പോൾ ആ ഗോപിക ആ കൃഷ്ണൻ്റെ മാറിൽ വീണ് ഉറങ്ങുന്ന ആ നിമിഷത്തിൽ ശ്യാമസുന്ദര മൃത്യുവും നിൻ്റെ നാമമാണെന്നതിന്നറിയുന്നു എന്നാ കവിത സമാപിക്കുന്നത്. അവിടെയും നമ്മൾ കാണുന്ന ഈ ഒരു ട്വിസ്റ്റാണ്. അതുവരെ കേവലം ഗോപികയും കൃഷ്ണനും മാത്രമായിരിക്കുന്നിടത്ത് ഈ കൃഷ്ണസങ്കല്പം മൃത്യുവിൻ്റെ പ്രതീകമായി മാറുന്നു. കൃഷ്ണൻ്റെ കവിതകൾ മാത്രമാണ് സുഗതകുമാരി ടീച്ചർ എഴുതുന്നത് എന്ന് പറയുന്നത് സത്യത്തിൽ ആ കവിതയെ വേണ്ട വിധത്തിൽ കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്തതുകൊണ്ടാണ്. ആ കൃഷ്ണസങ്കല്പത്തിലെല്ലാം മറ്റെന്തൊക്കെയോ സങ്കല്പങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കൃഷ്ണസങ്കല്പത്തിൽ വിവിധങ്ങളായിട്ടുള്ള അടരുകളുണ്ട്. കൃഷ്ണസങ്കല്പം ഒരു ടെക്സ്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ടെക്സ്റ്റിന് വിവിധങ്ങളായിട്ടുള്ള പാരായണത്തിൻ്റെ സാധ്യതകളുണ്ട്. ആ വൈവിധ്യമാർന്ന പാരായണത്തിൻ്റെ സാധ്യതകളെ ആകെ അടച്ചു കളയേ ഉള്ളൂ. കൃഷ്ണസങ്കല്പത്തിൻ്റെ മാത്രം കവിയാണ് സുഗതകുമാരി ടീച്ചർ എന്ന് പറഞ്ഞാൽ. വ്യാസൻ ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഒടുവിൽ പറയുന്നുണ്ട്, ഊർധ്വബാഹുർവിരൗമ്യേഷ നച കശ്ചിശൃണോതിമേ ധർമ്മദർത്ഥശ്ച കാമശ്ച സധർമ്മം കിം ന സേവ്യതേ. അതായത് ഞാനിതൊക്കെ ഇരുകൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, പക്ഷേ ഇതൊന്നും ആരും കേൾക്കുന്നില്ലല്ലോ. ധർമ്മദർത്ഥശ്ച കാമശ്ച, അർത്ഥകാമങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ധർമ്മത്തിൻ്റെ ആചരണത്തിലൂടെ സാധിച്ചെടുക്കാവുന്നതാണല്ലോ, എന്നിട്ടും ഈ ധർമ്മത്തെ ആരും ഉപാസിക്കുന്നില്ലല്ലോ. ഇതാണ് സത്യത്തിൽ വ്യാസൻ്റെ ദുഃഖം, വ്യാസദുഃഖം എന്ന് പറയുന്നത്. ആ വ്യാസദുഃഖം പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ കവികളുടെയും ദുഃഖമായിരുന്നിട്ടുണ്ട്. ഈ വ്യാസദുഃഖമാണ് സത്യത്തിൽ സുഗതകുമാരിയുടെ കവിതാ ലോകത്താകെ നിറഞ്ഞു നിൽക്കുന്ന ആ വിഷാദ ഛവി എന്നെനിക്ക് തോന്നുകയാണ്. സുഗതകുമാരി ടീച്ചറുടെ കവിതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു മഹാസാഗരത്തെ കൈക്കൊമ്പിൽ എടുത്ത് അളന്ന് ഇത്ര കൈക്കൊമ്പിൽ വെള്ളമാണ് ഈ കടലിലുള്ളത് എന്ന് പറയാൻ ശ്രമിക്കുന്നത് പോലെ വ്യർത്ഥമായിട്ടുള്ളൊരു വ്യായാമം ആവുകയുള്ളൂ അത്. ആ സുഗതകുമാരി ടീച്ചറുടെ കാവ്യസങ്കല്പം, ആ കാവ്യസങ്കല്പത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള അവരുടെ സാംസ്കാരിക പശ്ചാത്തലം ഒക്കെ പുതിയ തലമുറ വളരെ കാര്യമായ ഗാഠമായ പഠനത്തിന്, വിചിന്തനങ്ങൾക്ക്, ഗവേഷണങ്ങൾക്കൊക്കെ വിഷയമാക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഉള്ളഴിഞ്ഞാറന്മുളേശൻ വള്ളം കളിക്കെഴുന്നള്ളി കള്ളമല്ല ഞങ്ങൾ പാടിക്കേട്ടിതു പണ്ടേ എന്ന് സുഗതകുമാരി ടീച്ചർ എഴുതിയിട്ടുണ്ട്. ആ ആറന്മുളയിൽ ജനിച്ചു വളർന്ന ആളാണ്. അവിടെ അങ്ങനെ ആ ബാല്യമൊക്കെ അവിടെയായിരുന്നു. ആ അന്തരീക്ഷത്തിൽ തന്നെ വളർന്നു വന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഈ ഉള്ളഴിഞ്ഞ ആറന്മുളേശൻ വള്ളം കളിക്കെഴുന്നള്ളി എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകാത്ത വിഭാഗത്തിലേക്കൂടെ മനസ്സിലാകാത്ത സാംസ്കാരിക ഛായകൾ ആ കവിതയിലേത് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതേപോലെ ബോധേശ്വരൻ്റെ മകളാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ധീരസേനാനിയാണ് ബോധേശ്വരൻ. കവിയുമായിരുന്നു. ആ കവിയുടെ, ആ സ്വാതന്ത്ര്യ സമര പോരാളിയുടെ മകളാണ് സുഗതകുമാരി എന്ന് നമുക്കറിയാം.
അതുകൊണ്ട് തന്നെ അവരുടെ സങ്കല്പത്തിൽ, ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവരുടെ സങ്കല്പത്തിലുള്ള ഇന്ത്യ, അത് ഇന്നത്തെ യഥാർത്ഥ ഇന്ത്യയിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ആലോചിക്കുന്ന തരത്തിലുള്ള കവിതകളുണ്ടായിട്ടുണ്ട്. പെൺകുഞ്ഞ് 90, അതേപോലെ സാരേ ജഹാം സേ അച്ഛ എന്നിങ്ങനെ നിരവധി കവിതകൾ നമ്മുടെ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ജീവിതത്തിലെ ദാരുണമായ അവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നതായിട്ടുണ്ട്. സാരേ ജഹാം സേ അച്ഛ, ഹിന്ദുസ്ഥാൻ ഹമാര എന്നത് ബോധേശ്വരനൊക്കെ ഒരിക്കൽ പാടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര ഗീതമാണ്. ആ സാരേ ജഹാം സേ അച്ഛ, ലോകത്തിലെ ഏറ്റവും നല്ലത് ഈ ഭൂമിയാണ്, നമ്മുടെ നാടാണ് എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവർക്ക് പിൽക്കാലത്ത് വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്, അവരുടെ പിന്മുറക്കാർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് ദ്യോതിപ്പിക്കുന്ന കവിതയാണ് സാരേ ജഹാം സേ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. ആ സാരേ ജഹാം സേ, എല്ലാ ജഗത്തിലും വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഈ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിത്രം ആ കവിതയിൽ സുഗതകുമാരി ടീച്ചർ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു വിളക്കുകാല്, നിരത്തിലെ വിളക്കുകാല്, ആളൊഴിഞ്ഞ പ്രദേശം, ഇരുൾ പടർന്ന നേരം, ആ സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി ഏതാണ്ടൊരു വിലപേശിക്കൊണ്ട് നിൽക്കുന്ന ഒരാളുമായിട്ട് ആ ഒരവസ്ഥ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വർത്തമാനകാല ജീവിത ദുരന്ത യാഥാർത്ഥ്യങ്ങൾക്ക് നേർക്ക് കണ്ണു തുറന്നിരുന്ന കവിയാണ് സുഗതകുമാരി ടീച്ചർ. നമ്മെ ഈ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് പിടിച്ചു കുലുക്കി ഉണർത്തിക്കൊണ്ടിരുന്ന കവിയാണ് സുഗതകുമാരി ടീച്ചർ. ആ സുഗതകുമാരി ടീച്ചറുടെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണമിക്കുന്നു.